സർക്കാർ വിചാരിക്കുന്ന ഇത്രയും പെൻഷൻകാരല്ലേ അവരെ വോട്ടില്ലെങ്കിലും ഞങ്ങളങ്ങ് ജയിക്കുമെന്നാണ്. ഞാൻ പോലും ആഗ്രഹിക്കുന്നത് ഇവർക്കെതിരെ വോട്ട് ചെയ്താൽ എന്ത്, സർക്കാർ ഒപ്പമുണ്ടെന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ടാകണം. വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരെ സർക്കാർ ബുദ്ധിമുട്ടിച്ചാൽ ഇവരെ പോലുള്ളവർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. KSRTC എപ്പോൾ ഇതുപോലെ സർക്കാരിന് എതിരായിട്ടുണ്ടോ അപ്പോഴെല്ലാം സർക്കാരിന് തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട്. ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട്, കിളിമാനൂര്, നെടുമങ്ങാട്, പാലോട്, ആര്യനാട്, വെള്ളനാട്, കാട്ടാക്കട ഈ യൂണിറ്റുകളിലെ ജീവനക്കാരും ഈ യൂണിറ്റുകളിൽ നിന്ന് പെൻഷൻ പറ്റിയ പെൻഷൻകാരും അവരുടെ ആശ്രിതരും മാത്രം വോട്ട് ചെയ്താൽ മതി. ഒരു 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജോയി ജയിക്കുമായിരുന്നു. സഹികെട്ടവരിൽ പാർട്ടി വോട്ട് പോലും നൽകാത്തവരുണ്ട്. അടിവരയിട്ട് പറയുന്നു എവർക്കെതിരെ വോട്ട് ചെയ്യണം എന്ന് തോന്നലും വോട്ട് ചെയ്യാതിരിക്കാനുള്ള തോന്നൽ രണ്ടുമുണ്ട്. കാരണം മറ്റൊരു ചേരിയിൽ വോട്ട് ചെയ്ത് ശീലിച്ചവനല്ല, മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്ത് ശീലിച്ചവനല്ല. ഒരു 65-70% ആൾക്കാരും LDFിൽ വിശ്വസിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. പക്ഷേ ഈ ഇലക്ഷനിൽ നല്ലൊരു വിഭാഗം ജീവനക്കാരുടേതും അതുപോലെ തന്നെ പെൻഷൻകാരുടേതും വോട്ട് കിട്ടിയിട്ടില്ല. തിരുത്തലുകൾ നടത്തണം. തിരുത്തേണ്ടുന്ന കാര്യങ്ങളെല്ലാം തിരുത്തി മുന്നോട്ടേക്ക് പോവുക. ജനങ്ങളാണ് എല്ലാറ്റിൻ്റെയും അവസാനത്തെ വിധി. ആ വിധി ഞങ്ങൾ അംഗീകരിക്കും. തിരുത്തലുകൾ നടത്തുമ്പോൾ ആരെയും മറക്കരുത്. മാത്രമല്ല ഇതൊക്കെ കണ്ടിട്ട് മാധ്യമ സൃഷ്ടിയാണെന്ന് പറയരുതേ. സജീവ്കുമാറിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.